2026 ഈസ്റ്റേൺ ഡേ കോഴിപ്പാട്ടുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആളാണല്ലോ ഞാൻ അങ്ങനെ ഇല്ല ഇതിപ്പോ ടീം ഇറങ്ങിയിരിക്കുന്നു. ഇല്ല വലിയ സന്തോഷം, കാരണം കോഴികളൊക്കെ വളരെ സ്നേഹത്തോടും നന്ദിയോടാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അതെ, അത് ഏതൊരു മലയാളിക്കും പാടാൻ പറ്റുന്ന, അതായത് ഏതൊരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു സൺഡേ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു വൈബിലുള്ള ഒരു ഐഡിയ. സോ ആ ഐഡിയ ഇറ്റ്സെൽഫ് വാസ് സംതിങ് യൂണിക്. പിന്നെ ഈ കോഴിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു നല്ല റെസ്പെക്ട്. ഇനി ഈ സോങ് ഇറങ്ങിയതിനു ശേഷം ഈച്ച സിനിമ വന്നതിന് ശേഷം ഈച്ചകൾക്ക് ഒരു അഹങ്കാരം വന്നതുപോലെ ഈ സോങ് വന്നതിന് ശേഷം കോഴികൾക്ക് അഹങ്കരിക്കും. കുറേ കാലങ്ങളായിട്ട് വെച്ചായിരുന്നു. ഇപ്പൊ അടുത്താണ് ഞാൻ നോൺ കഴിച്ചു തുടങ്ങി. പക്ഷെ നോൺ കഴിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ നോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. വെജായ ഒരു മനുഷ്യൻ ഇങ്ങനെയായി മാറിക്കഴിഞ്ഞു. അതെ അതെ, അതിലൊരു കാരണം വൈഫിനും കൂടി ഉണ്ട്. ഒരു ഹൈഫൈ തരികയാണ് അതിനുവേണ്ടി. ഒരു ബാച്ചിലർ ലൈഫിൽ ഇത്രയും വർഷം ബാച്ചിലറായിട്ട് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഫുഡ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച ചിക്കൻ കറിയാണ്. പണ്ട് കൊച്ചുണ്ണിയാണ് സമയത്ത് മോഷ്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ ഇനി അതൊക്കെ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറും. പക്ഷെ വേറെ കാര്യമുണ്ട്, ആ ക്യാരക്ടർ ആൾക്കാർ ഏറ്റെടുത്തോണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഇത് പാട്ട് ഏറ്റെടുത്തിട്ട് ഒരു കോഴിത്തരം കാണിക്കുന്നു ചോദിക്കുന്നു. മറ്റേ ബ്രാൻഡിന്റെ പ്രഷർ നമുക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ബ്രാൻഡ് വേണ്ട 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 എന്നാ പറഞ്ഞോട്ടെ ഒഴിവാക്കി വന്നത്. അത് വളരെ റെയർ ആണ്. അങ്ങനെ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ ഇങ്ങനെ കേൾക്കുന്നില്ലേ ഒരു ബ്രാൻഡ് പറയുന്നത്. ഭയങ്കര കുറവായിരുന്നു നമ്മള്. കാരണം ഇതിന്റെ ഈ 2 minute വേർഷനിൽ ആക്ച്വലി ബ്രാൻഡ് വളരെ കുറവാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. മനസ്സിലായി. അതിന്റെ ഒരു വലിയ കാര്യമായിട്ട് തോന്നി. കുറച്ച് ഡിഫറെന്റ് ആണ്, അങ്ങനെ ആരും ചിന്തിക്കാറില്ല. സാധാരണ സ്റ്റേജ് ഡാൻസ് ചെയ്യാറുള്ളത് പെർഫോമൻസ് അതെ അതെ മറ്റുള്ളവരുടെ പാട്ടിലാണ്. അതായത് മറ്റുള്ള സിനിമകളുടെ പാട്ടിൽ മറ്റുള്ളവർ പെർഫോം ചെയ്ത. അതെ, ഇനി മുതൽ ഞാൻ പെർഫോം ചെയ്ത പാട്ടിൽ മറ്റുള്ളവർ ഡാൻസ് ചെയ്യുന്നത് ഈ പാട്ടിലൂടെ കാണാം. അതെ, ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഷെയർ ചെയ്ത് വരുന്നൊരു സോങ് ആണ് നമ്മുടെ ഈസ്റ്റേൻ്റെ ചിക്കൻ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ അവരുടെ തന്നെ ഈസ്റ്റേൻ്റെ യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. സോ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച്. അത് മാത്രമല്ല, ഇത് എങ്ങനെ ഈ സോങ് എത്തിപ്പെട്ടു, ഇതാര് പാടി, ഇതാര് ഡയറക്റ്റ് ചെയ്തു, ഇതിൻ്റെ ലിറിക്സ്, ഇതിലെ ആക്ടേഴ്സ് എല്ലാം പരമാവധി ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. സോ ഐ എം വെൽക്കമിങ്. ഹലോ ടീം. താങ്ക് യു. ഹലോ. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ആഡ് എന്ന് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഓർക്കുന്ന ഒരു 1 minute വരെയൊക്കെ ഫൈൻ, അല്ലെങ്കിൽ ഒരു 1.5 വേണമെങ്കിലാക്കാം അതിൻ്റെ പാട്ട് വരെ. പക്ഷേ ഇതൊരു കംപ്ലീറ്റ് ഒരു സോങ് നിങ്ങളുടെ കയ്യിൽ തന്നേക്കുക, പാട്ടെങ്കിൽ പാട്ട് നിങ്ങൾ ചെയ്തോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം, ഒരു റിലാക്സ് പരിപാടി ഉണ്ടല്ലോ, അത് വാവുകയാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അല്ല, അത് അതിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഈസ്റ്റേൺ തന്നെയാണ്. കാരണം വെച്ചാൽ ഇതൊരു 2.5 minute പാട്ട് ചെയ്യാം. അപ്പോൾ അതൊരു ചിക്കൻ സോങ് അല്ലെങ്കിൽ കോഴിപ്പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ അവർ കൊണ്ടുവന്നു. ആൻഡ് ഇതിൻ്റെ പുറകിലുണ്ടായ FCB ഉൽക്ക എന്ന് പറഞ്ഞ ഏജൻസി. അപ്പോൾ നോർമലി നമ്മളൊരു പരസ്യം ചെയ്യുമ്പോൾ എവറി ബ്രാൻഡ് വാണ്ട്സ് ടു ബ്രാൻഡിനെ പുഷ് ചെയ്യാൻ, അങ്ങനത്തെ ഒരു ആശയമേ ഇതിന് ഉണ്ടായിരുന്നില്ല. അതായത് ഏതൊരു മലയാളിക്കും പാടാൻ പറ്റുന്ന, അതായത് ഏതൊരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു സൺഡേ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരു വൈബിലുള്ള ഒരു ഐഡിയ ആയിരുന്നു. സോ ആ ഐഡിയ ഇറ്റ്സെൽഫ് വാസ് സംതിങ് യുണീക്ക്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു കിക്ക്. പിന്നെ സ്ലോലി സൂരജ് വന്നു, മണികണ്ഠൻ വന്നു, പിന്നെ സുഹേൽ വന്നു, പിന്നെ ഒബ്വിയസ്ലി ഷൂട്ട് ചെയ്തതിന് മുമ്പ് മണിക്കൂട്ടം വന്നു. അങ്ങനെ ആയി, അത് എല്ലാം വന്ന് വീണു. സൂരജ് ഹലോ കുറേ ആയി അല്ലേ. എന്നിട്ട് അപ്പം ആസ് എ ഇപ്പം പാട്ടുകൾ നമുക്കറിയാം, ഇപ്പോൾ ഓൺ കവേഴ്സ് നമുക്കറിയാം. പക്ഷെ ഒരു ആഡുമായിട്ടുള്ളൊരു ടൈപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് മൈറ്റ് ബി ആയിരിക്കാം. അപ്പം ഇതിൽ എങ്ങനെയാണ് ഇതിലേക്ക് ഓക്കെ ഐ ആം ഓക്കെ റൈറ്റ് തംസപ്പ് കൊടുക്കാനുണ്ടായ റീസൺ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന പലതരത്തിലുള്ള പ്രോജക്ട്സിന്റെ ഭാഗമായിട്ടുള്ള ഓഫേഴ്സ് വരാറുണ്ട്. അപ്പം ഇതിങ്ങനെ വന്നപ്പോഴത്തേക്കും ഈസ്റ്റേണിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. അത് ഒരു പാട്ട് രൂപത്തിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കമ്പോസ് ചെയ്യുന്ന മണികണ്ഠൻ അയ്യപ്പയാണ്, ലിറിക് എഴുതുന്ന സുഹേലാണ് എന്നുള്ളത് ഈ അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. നല്ലൊരു കൊളാബറേഷന്റെ ഭാഗം എങ്ങനെയാണെന്ന് ഫസ്റ്റ് നല്ലൊരു കൊളാബറേഷന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. പിന്നെ മൃദുലാണ് ഇതിനെല്ലാം ഇവരെല്ലാരെയും കോർഡിനേറ്റ് ചെയ്തത്. സോ അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ്, എനിക്കിത് ഇതിന്റെ ഭാഗമാകണോ വേണ്ടയോ എന്നുള്ള എൻ്റെ ഫസ്റ്റ് ടീം ഇസ് ഗുഡ്, ദെൻ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ അവസാനം അത് ഈ പാട്ട് രൂപത്തിൽ പുറത്തിറങ്ങി. ഇപ്പോൾ ഈ സോങ് ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞിരുന്നു, അതായത് ഇതാണ് നമ്മൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ തീം എന്ന് പറഞ്ഞ് നമ്മൾ കൺസീവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അല്ല, ഒരു തീമിനെ പറ്റിയൊക്കെ അവർ ഭയങ്കര ഷുവറായിരുന്നു എന്താണ് അവർക്ക് വേണ്ടെന്നുള്ളത്. കോഴിപ്പാട്ട് എന്ന രീതിയിൽ ഒരു സോങ് ആണ്, വളരെ ഫൺ ആയിട്ടുള്ള, വളരെ ക്യൂക്കി ആയിട്ടുള്ള ലിറിക്സ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും പാടാൻ പറ്റുന്ന, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ ടച്ചൊക്കെ ഉള്ള ഒരു പാട്ട്. അത് ഭയങ്കര അവർ ഭയങ്കര ഷുവറായിരുന്നു എന്താണ് അവർക്ക് വേണ്ടെന്നുള്ളത്. അപ്പം ആസ് എ സിംഗർ എന്ന രീതിയിൽ എനിക്കത്
കമ്പോസർ കമ്പോസ് ചെയ്തതും പാടുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ എനിക്ക് അതിനകത്തുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് ഇഷ്ടമാണ്, കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം. മണിക്കൂട്ടാ, യെസ്, എന്താണ് വിശേഷങ്ങൾ പറയൂ. ഇത് തന്നെയാണ് 2026 ഈസ്റ്റേൺ ഈ കോഴിപ്പാട്ടുമായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ആളാണല്ലോ ഞാൻ. അങ്ങനെ ഇല്ല, ഇതിപ്പോ ടീം ഇറങ്ങിയിരിക്കുന്നത്. ഇല്ല, വലിയ സന്തോഷം. കാരണം കോഴികളൊക്കെ വളരെ സ്നേഹത്തോടും നന്ദിയോടെയാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അതായത് യഥാർത്ഥ കോഴി. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാരണം നമ്മൾ ബാക്കിയുള്ള മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആദരം കോഴി കൊടുക്കുന്നു എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്ന ഒരാളായതുകൊണ്ട് എല്ലാ ദിവസവും കോഴിയായിട്ട് ബന്ധമുള്ള ചിക്കൻ കഴിക്കാൻ, എഗ്ഗും ചിക്കനും മസ്റ്റാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ കോഴിക്കൊക്കെ ഇങ്ങനെ ആദരം കൊടുത്താൽ നമ്മൾ ആരെങ്കിലും ഇപ്പൊ കോഴി എന്ന് വിളിച്ചാൽ തന്നെ ഒരു അനാദരം പോലെയാണ്. എത്ര വട്ടം കേട്ടിട്ടുണ്ടോ കോഴിയടാ കോഴി. അപ്പോൾ ആണ് മൃദുൽ ഇങ്ങനെ ഒരു ഇതായിട്ട് എൻ്റെ അടുത്ത് വിളിക്കുന്നത്. മൃദുലിന്റെ ആദ്യത്തെ സിനിമ ഇപ്പം കർമ്മയോഗി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു. 14 years back PKP സാറിന്റെ. അതിനുശേഷം മൃദുൽ ഒരു വലിയ ഇടവേളക്കേഷാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ സന്തോഷം, പ്രത്യേകിച്ച് ഈസ്റ്റേൺ പോലെ എനിക്കൊരു ആഡ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ബ്രാൻഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും എന്നോട് പലരും ചോദിച്ചു കാത്തിരുന്നിട്ട് വല്ല ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ 2026 ആ ഗുണം ഉണ്ടായെന്ന്. അതെ, ഈസ്റ്റേൺ പോലെ ഒരു ബ്രാൻഡാണ് അവരുടെ ഫേസ്. ആ സോങ്ങിന്റെ ഫേസ് ആണ് ഞാൻ. വോയിസ് സൂരജ് എൻ്റെ ജൂനിയർ ആയിട്ട് MG കോളേജിൽ പഠിച്ചത്. അപ്പം ടോട്ടലി ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീം അതെ പരിപാടി ഉണ്ട്. അതെ, അപ്പോൾ അത് വന്ന സമയത്ത് സന്തോഷം. പിന്നെ ഈ കോഴിക്ക് പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു നല്ല റെസ്പെക്ട്. ഇനി ഈ സോങ് ഇറങ്ങിയതിന് ശേഷം ഈച്ച സിനിമ വന്നതിന് ശേഷം ഈച്ചകൾക്ക് ഒരു അഹങ്കാരം വന്ന പോലെ ഈ സോങ് വന്നതിന് ശേഷം കോഴികൾക്ക് അഹങ്കരിക്കും. പറയൂ. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെ കുറവാണ് പരസ്യങ്ങളൊക്കെ വളരെ കുറവാണ് ചെയ്യുന്നത്. പക്ഷെ ആ കുറവ് പരസ്യങ്ങൾ ചെയ്യുന്നത് മൃദുലായിട്ടായിരിക്കും. മൃദുൽ വിളിച്ചാൽ കുറച്ചും കൂടെ കംഫർട്ടാണ് പരസ്യം ചെയ്യുമ്പോൾ. എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോഴായാലും ശരിക്കും ആഡ് ഒരു തലവേദന ആവാറാണ് പതിവ്. സാധാരണ അങ്ങനെയാണല്ലേ? സാധാരണ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം ഉൾപ്പെടുത്തണം. കുറെ സജഷൻസ്, കുറെ ഡിമാൻഡ്സുകൾ വരുമായിരിക്കും, മറ്റേ കറക്ഷൻസ് വരുമായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ചെയ്തിരുന്നു. പിന്നെ അഹങ്കാരം കൊണ്ടൊക്കെ ആഡിനെ അങ്ങനെ മെല്ലെ തള്ളു. പക്ഷെ കൂടെ ചെയ്തൊരു മൃദുലായിട്ട് ചെയ്തിട്ടാണ് ഞാനിതൊരു എനിക്കൊരു ഇടയിലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഇടയ്ക്ക് ഒരു ആഡ് മൃദുൽ കൊണ്ടുവരുമ്പോൾ ചെയ്യും. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. കുറച്ചുകൂടെ ഒരു ഫണ്ണായിട്ട് സുഹൈലായിട്ട് മുന്നേ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫണ്ണ് ശരിക്ക് ഒരു ആഡിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു. ഇപ്പം നേരത്തെ പറഞ്ഞ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിലും ആസ് എ ഡയറക്ടർ, ഫിലിം ഡയറക്ടർ പ്ലസ് ആഡ് ഡയറക്ടർ, ഇപ്പോൾ ആഡ് ഡയറക്ഷൻ ആണെങ്കിൽ തന്നെ ആഡ്സ് ആണ് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നോക്കിയതൊക്കെ ട്രെൻഡിങ്, അതൊരു ലക്ക് ഫാക്ടറാണ്. പ്ലസ് നമ്മുടെ എഫേർട്ടാണ്. ഇതാണ്. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് കൂടുതലാണോ ഈ പറയുന്ന പോലെ ഡിമാൻഡ്സ് കറക്ഷൻസ്? അത് എങ്ങനെ മൃദുലിന് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്? അല്ല, ആഡ് ഞാനൊരു സിനിമേനേക്കാളും ടൈം എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1.5 വർഷമൊക്കെ ചെയ്ത പരസ്യം, ഒറ്റ സിംഗിൾ പരസ്യം. നമ്മളോട് ആൾക്കാർ ചോദിക്കും പരസ്യം ഒരു ദിവസം പണിയല്ലേ? അല്ല, പരസ്യത്തിന് ഒരുപാട് റിസർച്ചും ഒരുപാട് മാർക്കറ്റ് സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് ഒരു പരസ്യം ചെയ്തത്. ശരി. അപ്പോൾ എൻ്റെ കഴിഞ്ഞ സിനിമ ഞാൻ വിചാരിച്ച പോലെ വർക്കായില്ല. അപ്പോൾ അതൊരു ലേണിംഗ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ചെയ്ത എല്ലാ പരസ്യത്തിലും നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, അതായത് ആ സിനിമ ആ ആഡ് റിലീസ് ആവുന്നവരെ ആസ് എ മേക്കർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അതാണ് നമ്മൾ അതിൽ മാക്സിമം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് വരുന്ന സ്ക്രിപ്റ്റിൽ ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ആസ് എ ഇപ്പം മണികണ്ഠനായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് മണികണ്ഠൻ്റെ ഐഡിയ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്താണ് ഐഡിയ, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം. അപ്പോൾ ഒരു ആക്ടർ വരുമ്പോൾ ഇപ്പം ഈ പാട്ട് മണിക്കുട്ടൻ അവിടെ വന്നിട്ടാണ് കേൾക്കുന്നത്. അപ്പം കൊറിയോഗ്രാഫർ ഒന്നും ഉണ്ടായില്ല. ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്തിട്ട് മണിക്കുട്ടനോട് നിങ്ങൾ ഡാൻസ് ചെയ്തോ, നിങ്ങൾ ഇന്ന് ഈ ക്യാരക്ടറാണ് ചാക്കോച്ചനാണ്, ശരി, ചാക്കോച്ചൻ കോഴിക്കറി ഉണ്ടാകും ഭയങ്കര ഡാൻസ് കളിക്കും, ഈ ഡാൻസ്. അപ്പൊ അത് നമ്മളൊരു കൊറിയോഗ്രാഫർ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭയങ്കര അത് ഫോഴ്സ്ഡ് ആവും. ഇത് അവിടെ ഇല്ല. അപ്പൊ അവിടെ ഒരു മുത്തശ്ശൻ ഉണ്ടായി സൈഡിൽ, പുള്ളി അയാളുമായിട്ട് കോർഡിനേറ്റ് ലൈവായി. അതെ, മറ്റേ കോറിയോഗ്രാഫി ചെയ്ത് ഡാൻസ് പഠിപ്പിച്ച് വെച്ചേക്കുന്നുള്ള സാധനം വരും. അതല്ലാണ്ട് ചെയ്തു. സുഹേൽ ബ്രോ, ഹായ്. ഹലോ. ഞാൻ നേരത്തെ ഇപ്പം നമ്മൾ പാട്ട് ലിറിക്സ് അതിൽ മാത്രമല്ല വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഒരു സ്റ്റോറിയൊക്കെ വളരെ നല്ല പാക്ക് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ആളെപ്പോലും എനിക്ക് തോന്നി. പ്രസ് മീറ്റിലൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഓരോ കാര്യങ്ങളെ പറ്റി. സോ ഇതിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത് എസ്പെഷ്യലി നമ്മൾ ഒരു കാര്യം എടുത്തു പറയണ്ടേ, ഈസ്റ്റേൺ ഇത് ഞാൻ നമ്മളൊരു പ്രൊമോഷൻ പരിപാടിക്ക് പറയുമല്ലോ. നമ്മളും ഒരുപാട് പരസ്യങ്ങൾക്ക് എഴുതാറുണ്ട് പാട്ട്. നമ്മൾ എഴുതി കൊടുത്തത് കഴിഞ്ഞു, പിന്നെ അത് റിലീസാണെന്നൊന്നും അറിയില്ല.
എപ്പോഴെങ്കിലും യൂട്യൂബിൽ എവിടെയെങ്കിലും കിടക്കുന്ന കാണാം, അയ്യോ ഇത് ഇറങ്ങിയായിരുന്നു. ഈ ടീം ഈസ്റ്റേൺ നമ്മളെ ഭയങ്കര ഇൻക്ലൂസീവ് ആക്കി. ഇപ്പം ഈ ഇത്രയും വലിയൊരു പരിപാടി നമ്മളെ ആസ് എ ക്രിയേറ്റർ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ആവുമല്ലോ. നമ്മളെ അതിന്റെ പാർട്ടാക്കുന്നു, അതിന്റെ ഫേസ് ആക്കുന്നു. മോസ്റ്റ് ഓഫ് ദ ആഡിൽ ക്രിയേറ്റേഴ്സിന്റെ പേര് വെക്കാറ് പോലുമില്ല, കാരണം ബ്രാൻഡാണല്ലോ മേളിൽ നിൽക്കുക. പക്ഷെ ഇവര് ആദ്യം മുതൽ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് അതിന്റെ അപ്രോച്ചൊക്കെ. ആദ്യം ഞങ്ങൾ വെച്ചൊരു കൊമേഴ്ഷ്യൽ എന്നുള്ളതിന്റെ അപ്പുറം. അപ്പോൾ സൂരജ് ഭായിയാണ് എൻ്റെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ സൂരജ് പറഞ്ഞു നമുക്ക് ഇച്ചിരി സ്പേസ് ഉണ്ട്. അപ്പോൾ മൃദുൽ ഭായി പറഞ്ഞാൽ നമുക്ക് ബ്രാൻഡിന്റെ പ്രഷർ ഇല്ല, നമുക്കൊരു സോങ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതെ അതെ അതെ. അപ്പം നമുക്ക് എഴുതാം എന്താണ്. അപ്പം ഞങ്ങൾക്ക് വാട്ട് കോഴിക്കറി മീൻസ് ടു പീപ്പിൾ, അതേ ഉള്ളൂ. അതൊരു നമ്മൾ കമ്മിങ് ടുഗെദർ ഒരു ഇതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വൈബ് പിടിച്ചിട്ട് അങ്ങനത്തെ ലിറിക്സും അങ്ങനത്തെ ഭയങ്കര സിമ്പിൾ ഡയറക്റ്റ് സാധനം മണിയായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതാണ്. ഇനി ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ ബാക്ക് ആൻഡ് ഫോർത്ത് ഒക്കെ ഉണ്ടാവും. ഈ വാക്കെടുത്ത് അവിടെ വെക്കാം, ആ വാക്കെടുത്ത് ഇവിടെ വെക്കാം, ഭ്രാന്ത് പിടിക്കും. അതൊരു കൂട്ടായ്മ പരിപാടി. അതെ അതെ. പക്ഷെ അത് എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഇതിന്റെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. സാധാരണ ഇപ്പം ലൊക്കേഷനിൽ നോക്കുമ്പോൾ പല ആക്ടേഴ്സ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പലർക്കും പല ആൾക്കാരോട് ചിലപ്പോൾ കോമ്പിനേഷൻ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പ്രൊമോഷൻ വരുമ്പോഴായിരിക്കും ഒരുമിച്ച് കാണുന്നത് തന്നെ. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ ആസ് എ ടീം ഫുൾ ഉണ്ടായിരുന്നല്ലോ, ഫുൾ ക്രൂ ആ ഡേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? കാരണം എല്ലാവരും അറിയുന്ന ആൾക്കാർ, വളരെ കംഫർട്ട് സോണിലുള്ള ആൾക്കാർ. അപ്പം മൊത്തം ഒരു ബ്ലാസ്റ്റ് ആയിരുന്നു, കാരണം ഒരു ഹാപ്പി വൈബ് ആയിരുന്നല്ലോ. സോങ് തന്നെ ആ വൈബ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ശരിക്കും? രസമായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ മണിക്കൂട്ടല്ലാണ്ട് മ്യൂസിക്കിന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ബ്രീഫ് വന്നു കഴിഞ്ഞാൽ സുഹേലിനെ വിളിച്ച് ബ്രീഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വെക്കുമ്പോഴേക്ക് ലിറിക്സ് വരും, ആ ഗ്രൂപ്പിൽ ടപ്പാങ് എന്ന് പറഞ്ഞ സാധനം വരും. അത്രയ്ക്ക് മറ്റേ ഇതായിരുന്നു, നല്ല രസമായിരുന്നു. മേക്കിംഗ് ഓഫ് മ്യൂസിക് വാസ് ഗുഡ്. ഒരു വേറെ തന്നെ ഒരു ഇതായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡിന്റെ പ്രഷർ നമുക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ബ്രാൻഡ് വേണ്ട 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 എന്നാ പറഞ്ഞോണ്ട് ഒഴിവാക്കി പറഞ്ഞു. അത് വളരെ റെയർ ആണ്. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ കേൾക്കുന്നില്ലേ ബ്രാൻഡ് പറയുന്നത്. ഭയങ്കര കുറവായിരുന്നു നമ്മള്. കാരണം ഇതിന്റെ ഈ 2 minute വേർഷനിൽ ആക്ച്വലി ബ്രാൻഡ് വളരെ കുറവാണ് നമ്മൾ പ്ലേസ് ചെയ്ത്. മനസ്സിലായി. അതിന്റെ ഒരു വലിയ കാര്യമായിട്ട് തോന്നി. കുറച്ച് ഡിഫറെന്റ് ആണ്, അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ഇതിൽ ഡാൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, മണിക്കൂട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം സാധാരണ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ കൊറിയോഗ്രാഫി ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ മതി, ഓക്കെ അങ്ങനെ ചെയ്യുന്നു, ഈവൻ ചെറിയ സ്റ്റെപ്പാണെങ്കിൽ പോലും. പക്ഷേ ഈ പാട്ടിന് മൃദുൽ പറഞ്ഞ പോലെ ഓക്കെ ഞാൻ ചെയ്യാം, പക്ഷെ അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, പക്ക ലൈവ്ലി ആയിട്ടുണ്ട്. മറ്റേ നീല കുർത്തയൊക്കെ ഇട്ട് പക്ക മറ്റേ വീട്ടിൽ ആ സംഭവമാണ്. പറയൂ. അല്ല, കൊറിയോഗ്രാഫർ ഉണ്ടാകുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാകുമ്പോൾ എന്ത് ചെയ്താലും ആരും അറിയില്ല. ഇവർ വിചാരിച്ചത് ഇതാണ് സ്റ്റെപ്പ്, ഇതാണ് നല്ല ഡാൻസ്. അല്ല, അത് സത്യം ഈ പറഞ്ഞ മൃദുലാണ് അത് പറഞ്ഞെന്ന്. അങ്ങ് എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ പാട്ട് കേട്ടത് നമ്മൾ ജസ്റ്റ് ഫോണിൽ കേട്ടതേ ഉള്ളൂ. അപ്പോൾ സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. സ്പീക്കറിൽ കണക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഡാൻസ് അങ്ങ് വന്നു. അപ്പോൾ നമ്മൾ ഈ ഡാൻസിന് തൊട്ട് മുമ്പ് പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഡാൻസിന് തൊട്ട് മുമ്പുള്ള വരിയായിരുന്നു ഈ കോഴിച്ചിരിയുള്ള സാബുച്ചേട്ടൻ. അപ്പം ആ ക്രൗഡിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന സാബുച്ചേട്ടൻ്റെ ഒക്കെ ഒരു ചിരി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്രൗഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ സാബുച്ചേട്ടനെ, അപ്പൊ ഏതൊക്കെ സാബുച്ചേട്ടൻ അവിടെ ഉണ്ടോ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് ഒരു രസമായിരുന്നു. മൊത്തത്തില് നമ്മുടെ പാട്ട് മാത്രമല്ല, ബാക്കി ആൾക്കാരുടെ ഒരു ഇതില്ലേ, അതായത് ഒരു സോങ് ഹിറ്റ് ആവുക എന്ന് പറയുന്നത് അവരും കൂടെ, ആ കേൾക്കുന്ന ആൾക്കാരും കൂടെ റിലേറ്റ് ആവുമ്പോഴാണ്, അവരുടെ ഒരു സോങ് ആയി മാറുമ്പോഴാണ്. അപ്പൊ പിന്നെ ഈ ചാക്കോച്ചൻ കോഴി വറുത്തെടുത്ത് നേരത്തെ മൃദുൽ പറഞ്ഞ പോലെ കൂടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, കുറച്ച് പ്രായമുള്ള അപ്പൻ. പുള്ളി കുറച്ച് വാർദ്ധക്യമായിരുന്നു. പക്ഷെ ഈ പാട്ടിന്റെ ഒരു വൈബ് കേട്ടപ്പോ ഈ പുള്ളി അങ്ങ് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനും പുള്ളിയായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസിന്റെ. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഞാൻ സാധാരണ സ്റ്റേജ് ഡാൻസ് ചെയ്യാറുള്ളത്, പെർഫോമൻസ് ചെയ്യാറുള്ളത് മറ്റുള്ളവരുടെ പാട്ടിലാണ്. അതായത് മറ്റുള്ള സിനിമകളുടെ പാട്ടിൽ മറ്റുള്ളവർ പെർഫോം ചെയ്ത. ഇനി മുതൽ ഞാൻ പെർഫോം ചെയ്ത പാട്ടിൽ മറ്റുള്ളവർ ഡാൻസ് ചെയ്യുന്നത് ഈ പാട്ടിലൂടെ കാണാം. അതെ, ശരിക്കും മണിക്കുട്ടൻ ഈ ഓൺ ദ സ്പോട്ട് ഡാൻസ് ചെയ്യാനും വളരെ കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണല്ലോ. അങ്ങനെ ഡാൻസ് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയ ഒരു വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ഒന്ന്, അതായത് വലിയ ഭയങ്കര പ്രാക്ടീസ് പരിപാടികളൊന്നുമില്ല, ഓൺ ദ സ്പോട്ട് സംഭവം. ഇത് എനിക്ക് ഇതല്ല. ഫസ്റ്റ് നമ്മൾ ഡയറക്ടർ ഇപ്പൊ ഇതിലാകുമ്പോൾ ഡയറക്ടർ പറയുന്നതാണ് നമ്മളിത്. അതിൽ ആ ഒരു ഈ നേരത്തെ പറഞ്ഞില്ല, ആ ചട്ടു കൊടുത്ത് വെച്ച് ഇങ്ങനെ പൊക്കി വെച്ച് ഡാൻസ് ചെയ്യുന്നത്, ആ ഇളക്കിക്കൊണ്ടുള്ള ഡാൻസ്, അതൊരു ഹ്യൂമർ ഇതാണ്. നിന്നെ ഞാൻ ഇന്ന് ഇളക്കോടാ സ്പോട്ടിൽ ഡാൻസ് ചെയ്ത് അങ്ങനെ നമുക്ക് എപ്പം ചെയ്താലും ആൾക്കാർ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും. ഞാനൊരു സംഭവം ചെയ്ത് ആൾക്കാർ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അയ്യോ പക്ഷെ നമ്മളെടുത്ത് വേണ്ടായിരുന്നു. പക്ഷെ കോളേജ് പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമല്ലേ, ഡാൻസ് ചെയ്യൂ അങ്ങനെയുള്ള. പണ്ട് കൊച്ചുണ്ണിയാണ് സമയത്ത് മോഷ്ടിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ
ഇനി അതൊക്കെ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇത് മാറും. പക്ഷേ വേറെ കാര്യമുണ്ട്, ആ ക്യാരക്ടർ ആൾക്കാർ ഏറ്റെടുത്തോണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഇത് പാട്ട് ഏറ്റെടുത്തിട്ട് ഒരു കോഴിത്തരം കാണിക്കുന്നല്ലോ ചോദിക്കുന്നത് കാണിക്ക. മറ്റേ ഇതുകൊണ്ടല്ലോ എന്നെ നാട്ടുകോഴി, പിന്നെ വീട്ട് പറ പറ പറയൂ 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 പറയൂ. അതൊക്കെ എന്ത് വെച്ചാണത് പറയൂ, അത് കേൾക്കട്ടെ. അല്ലല്ല, നമ്മളിങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ ഇപ്പം മണിക്കൂട്ടം പറഞ്ഞ പോലെ കോഴിക്ക് അങ്ങനെ ഒരു ആദരവ് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ചു കാണുന്ന, കാരണം നമ്മുടെ ലൈഫിൽ എല്ലാത്തിലും നമ്മൾ ഈ കോഴിന്റെ ഉപമകൾ എല്ലായിടും അവന്റെ കോഴിത്തരങ്ങൾ എന്നുള്ള രീതിയിൽ പലപ്പോഴും പറയുന്നതാണ്, ഭയങ്കര കോമൺ ആണ്. ഭയങ്കരമായിട്ട് നമ്മുടെ ലിംഗോയിൽ അതുണ്ട്. അപ്പം മണിയാണ് ഒരു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നാടൻ കോഴിക്കറി അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്ന വീട്ടുകോഴി, നാട്ടുകോഴി, വീട്ടുകോഴി, കാട്ടുകോഴി, അങ്ങനെ ഒരു സാധനം വന്നാൽ കുറച്ച് ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുതുമ്പോൾ ഭയങ്കര നമ്മുടെ മനസ്സിൽ തന്നെ കിടപ്പുണ്ട് അത് ഒരു 100 എണ്ണം ഭയങ്കരമായിട്ട്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ മൃദുല പറഞ്ഞ പോലെ പെട്ടെന്ന് എഴുതാൻ പറ്റും. നമ്മുടെ ബാക്ക് ഓഫ് അവർ ഹെഡ് അത് ഓൾവേസ് ഉണ്ട്. ചിരി ഇതിനൊരു മെയിൻ ഇമ്പാക്ട് അത് മൈൻഡിലുണ്ടായിരുന്നു. ഉണ്ട് ലൈക്ക് മാക്സിമം. പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് എപ്പോഴും ഞാൻ ആദ്യം എഴുതിയ ലിറിക്സിലും അതുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ മാറ്റിയപ്പോൾ സൺഡേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളത് ഇറച്ചിക്കറിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു കൾച്ചറിൽ എങ്ങനെയോ അത് വന്നത് ഞായറാഴ്ച 10 മണിക്ക് കപ്പയും കോഴിക്കറി അതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ സൺഡേ ഹോളിഡേയുടെ ഒരു ഹാപ്പിനെസിന്റെ പ്രധാന കാര്യം ഈ ഭക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അത് ഈ ഇറച്ചിക്കറിയുടെ ഒരു സ്മെല്ലിലാണ് നമ്മളെ മോർണിംഗ് എണ്ണീക്കുന്നത് ഞായറാഴ്ച. അതാണ് നമ്മുടെ ഒരു വൈബ്. അപ്പൊ ആ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അപ്പൊ തന്നെ എണീക്കാൻ തോന്നുന്നു. അടുക്കളയിലെ മറ്റേ കോഴിക്കറിയുടെ മണം. എന്തായാലും ചിക്കൻ പരിപാടികളിൽ ഫുഡൊക്കെ റിലേറ്റഡ് ഒരു ചെറിയൊരു സെഗ്മെന്റ് ഓക്കെ ആണോ? റെഡി? റെഡി. ഓക്കെ. ഇത് അത് തന്നെ, ദ ബെസ്റ്റ് ചിക്കൻ കറി എവർ നിങ്ങൾ കഴിച്ചില്ല. ചിലപ്പോൾ നേരത്തെ നമ്മൾ പ്രസ് മീറ്റ് സുഹൈൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു ആൻറ്റി ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ആയിരിക്കാം, വാട്ട് എവർ ഹു എവർ മേ ബി, എവർ കഴിച്ചത് ഇപ്പോഴും എടുത്ത് പറയാം. ചിലപ്പോൾ ഒരു ഷോപ്പിലേ ആയിരിക്കാം കേട്ടോ ഉണ്ടെങ്കിൽ. ഗീ റൈസ് ആൻഡ് ബട്ടർ ചിക്കൻ എംപയർ റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂർ. എംപയർ റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂർ, ഗീ റൈസ്. ഞാൻ ഒരു 14 വർഷം അത് മാത്രം കഴിച്ച് ജീവിച്ചാണ്. ശരിക്കും? അതെ. എനിക്ക് ഞാൻ അവിടെ വിളിച്ചിട്ട് എനിക്ക് ഓർഡർ കൊടുക്കണ്ട, ഞാൻ എൻ്റെ മാനേജറെ വിളിച്ചാണ് ഒരു ഗീ റൈസ്, ഒരു ബട്ടർ ചിക്കൻ, ഒരു മൂസമ്പി ജ്യൂസ് അല്ലേ? യെസ്, സെയിം ഇതാണ്. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ. ഒരുപാട് സിനിമ ഫ്രണ്ട്സ് ബിടെക് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൊണ്ട് ഞാൻ ഇത് സ്ഥിരമായി കഴിപ്പിച്ചിട്ടുണ്ട്. ആണ്. ഓക്കെ. ബാംഗ്ലൂർ ജീവിച്ചവർക്ക് അറിയാം. ശരി, ഓക്കെ. സൂരജ് ആണല്ലോ. ചിക്കൻ വിഭാഗങ്ങൾ കഴിഞ്ഞാൽ ചിക്കൻ പെരട്ട്, ട്രിവാൻഡ്രം കാട്ടച്ചൽ കൃഷ്ണ ഹോട്ടൽ ആൻഡ് തിരുവനന്തപുരം SPR ഹോട്ടൽ, ട്രിവാൻഡ്രം ബിസ്മി, ഇവിടങ്ങളിൽ കിട്ടുന്ന ചിക്കൻ പെരട്ട് പോലെ വേറെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആണ്. അതിന്റെ കൂടെ കോമ്പിനേഷൻ പത്തിരി ഉണ്ട്, പൊറോട്ട ഉണ്ട്, എന്താണല്ലോ നൈസ് പത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 6-7. പക്ഷേ ചിക്കൻ പെരട്ട് മാത്രം മതി, കോമ്പിനേഷൻ ഒന്നും ഇല്ല വേണം. അത് മാത്രമേ കഴിക്കുക. അടിപൊളി. ഒരു എനർജി ആയില്ലേ? നോർമലി ട്രിവാൻഡ്രം ഭാഗത്ത് അങ്ങനെ മറ്റേ ഫുഡ് അത്ര ഭയങ്കര അല്ല ഫുഡ് അത്ര അങ്ങനെ. പക്ഷേ ട്രിവാൻഡ്രത്തിൽ എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്ത് വരുന്നവരൊക്കെ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാച്ചുവിലും തമ്പാനൂരിൽ കഴിച്ചിട്ട് ട്രിവാൻഡ്രം ഫുഡ് കൊള്ളില്ല എന്ന് പറയുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഫുഡ് കഴിക്കണമെങ്കിൽ ട്രിവാൻഡ്രത്തിന് കുറച്ച് എക്സ്റ്റീരിയർ പുറത്തേക്ക് വേണം. ഈ ഭാഗത്തൊക്കെ ബാലരാമപുരം, കട്ടച്ചൽക്കുഴി ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും അവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവും. എന്റേത് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഒരു ബാച്ചിലർ ലൈഫിൽ ഇത്രയും വർഷം ബാച്ചിലറായിട്ട് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച ചിക്കൻ കറിയാണ്. ഫസ്റ്റ് ചിക്കൻ. കാരണം ചിക്കൻ ഉണ്ടായി കഴിഞ്ഞാൽ രാവിലെ അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ വാങ്ങിച്ചാൽ മതി, ചോറിൻ്റെ കൂടെ ചിക്കൻ, വൈകുന്നേരം ചപ്പാത്തിയുടെ ചിക്കൻ, ഈ 3 സാധനം വാങ്ങിച്ചാൽ മതി. ചിക്കൻ എല്ലാത്തിൻ്റെ ഒപ്പിക്കുള്ളൂ, ഗുളി കഴിക്കുന്നു. അപ്പൊ എന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ചിക്കൻ കറി, എന്റെ ചിക്കൻ കറി ഞാൻ നന്ദിയുള്ളതാണ്. അത് ഏത് ഏജിലായിരുന്നു? ഇപ്പൊ എന്റെ ഏജ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം അറിയാം. അന്ന് എത്ര വർഷമായെന്ന് പറയണ്ട, ഏത് ക്ലാസ്സിലായിരുന്നു പറഞ്ഞത്? ക്ലാസ്സിലൊന്നുമല്ല, ഞാനിപ്പോ ഒരു 10 വർഷമായി കാണും ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു. അടിപൊളി. കാരണം വീട്ടിൽ നിന്ന് മാറി വന്ന് നമ്മൾ സിനിമയായിട്ട് എറണാകുളത്ത് വന്ന് നിൽക്കാൻ തുടങ്ങിയ സമയത്താണ് പഠിച്ചത് ചിക്കൻ കറി. എന്നും പുറത്തുനിന്ന്, എനിക്ക് പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ഇഷ്ടമല്ല, കുറച്ചൊക്കെ കഴിക്കുന്നതൊക്കെ. പ്രത്യേകിച്ച് വർക്കൗട്ടും ഡയറ്റും ഒക്കെ നോക്കുന്ന ഒരാളെന്ന സ്ഥിതിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. കോഴിയും മുട്ടയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അപ്പ എത്ര എഗ് ബൈറ്റ് കഴിക്കും? ഒരു 10 എണ്ണം 5 എണ്ണമൊക്കെ ഉണ്ട്. 5 എണ്ണം ബാക്കി വേഗം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പ്രോട്ടീൻസ് എടുക്കുന്നില്ല. ഓ മാൻ, അടിപൊളി. അപ്പൊ മണിക്കുട്ടൻ ഉണ്ടാക്കുന്ന ചിക്കനിൽ, ചിക്കൻ കറിയിൽ ഒരു സീക്രട്ട് പറയണ്ട, അങ്ങനല്ലോ, ഒരു ബെസ്റ്റ് തിങ് എന്താ അതിലെന്തെങ്കിലും? ബാച്ചിലർ ചിക്കൻ കറിയാണ്. ഫസ്റ്റ് മറ്റേ കടുകറ, പിന്നെ അതിനകത്ത് ഇഞ്ചി പേസ്റ്റ് മറ്റേ ഇടുക. ഏറ്റവും കൂടുതൽ സവാള ആയിരിക്കും. കാരണം ഈ സാധനം വഴണ്ടു വരാൻ എടുക്കുക, അത്ര ക്ഷമയൊന്നും ഉണ്ടാവും.
അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊന്നുമില്ല. കറി ഉണ്ടാവുന്നുണ്ട്. ഞാൻ ആദ്യം ഇതിന് തൈരിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇതാക്കും. ചിക്കൻ കഴുകാൻ നേരത്ത് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ തൈരിൽ ഇടുന്നതുകൊണ്ട് കറിയായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ചെറിയൊരു പുളി ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അതൊരു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഓക്കെ, അത് ടേസ്റ്റ് ഇച്ചിരി കൂട്ടുന്ന ഒരു സാധനം ആ ഒരു പുളിപ്പ് അല്ലേ. നീ ഉണ്ടാക്കാൻ അറിയോന്ന് ടെസ്റ്റ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി. കറിയുടെ റെസിപ്പി വെച്ചത് തള്ളയാണ്. വിശക്കുന്നുണ്ട്, ഇനി ഇത് കേട്ടിട്ടെങ്കിലും ആ വിശപ്പൊന്ന് അതൊരു വൈബാണല്ലോ. അതെ, ഓക്കെ, പറയൂ മണിയാണ് ബ്രോ. ഞാൻ ബേസിക്കലി ഞാൻ വെജാണ്. ഇപ്പോഴല്ല, ഞാൻ വിവാഹത്തിന് മുമ്പ് വരെ വെജായിരുന്നു. ആണ്. പക്ഷെ എന്റെ വൈഫ് നന്നായിട്ട് ചിക്കൻ പ്രേമിയാണ്. ഭയങ്കര ചിക്കൻ കറി ഇല്ലാതെ അവൾക്ക് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവളുടെ ഫേവറേറ്റ് ഡിഷ് ചിക്കൻ കറിയാ. അപ്പൊ പിന്നെ എനിക്കത് ശീലിച്ചാ പറ്റൂ. അങ്ങനെ ഞാനൊരു ചിക്കൻ പ്രേമി ആയത് എന്റെ അപ്പൊ വൈഫ് കറി വെക്കും, നന്നായി വെക്കും. അപ്പൊ അതാണ് ഞാൻ കഴിക്കുന്ന ആദ്യത്തെ ചിക്കൻ കറി. അപ്പൊ പിന്നെ എനിക്ക് അതിലൂടെയാണ് ഞാൻ ടേസ്റ്റ് അറിയുന്നത്. ഇത് കഴിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ചിക്കൻ കറി അനുഭവം അതാണ്. ബ്രോ, എനിക്ക് നമുക്ക് ആലപ്പുഴയിൽ ഒരു സാലിക്കട കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ഒരു ചിക്കൻ കുറുമ കിട്ടും. ചിക്കൻ കുറുമ കിട്ടും. സാധാരണ ഈ മട്ടനും ബീഫും ഒക്കെയാണ് കുറുമ വെക്കാറ്. മറ്റേ ചിക്കൻ സ്റ്റൂ പോലെ കുറച്ചുകൂടെ ലൈറ്റ് ആയി. ഇത് കുറുമ ഇച്ചിരി കൂടെ സ്പൈസിയാ, ഇച്ചിരി ഗ്രീൻ ഷെയ്ഡ് കൂടുതൽ. മാർക്കറ്റിനകത്തല്ലേ? അതെ, അടിപൊളി. അപ്പൊ അവിടെ നിന്ന് അപ്പവും അത് വാങ്ങി, ഭയങ്കര സോഫ്റ്റ് ചിക്കൻ കുറുമയും. അതിന്റെ കൂടെ എന്തായാലും അപ്പമാണ് ഞാൻ വാങ്ങിക്കുന്നത്. പിന്നെ 2 പീസ് ഫ്രൈയും. മൊത്തത്തിലൊരു ഒരു നല്ല സോഡ ചായയാണോ? ചായ കിട്ടില്ല, ചായ കിട്ടും. അതിനൊരു പഴംപൊരി അടിക്കില്ല. ഫിനിഷ്. ലാസ്റ്റ് പഴംപൊരി കഴിച്ചാൽ മധുരങ്ങളായി കഴിയുമ്പോൾ കൈ കഴുകിട്ട് ഒരു സുഖം. അടിപൊളി. ഓക്കെ, ചാർജായി. നെക്സ്റ്റ്, രണ്ടറൗണ്ട്. ഉണ്ടാക്കിയിട്ട് പാളിപ്പോയൊരു ഫുഡ് ഉണ്ടോ? ഞാൻ ഉണ്ടാക്കി എപ്പോഴും അത് സാമ്പാറാണ്. സാമ്പാറോ? എന്തുണ്ടാക്കിയ സാമ്പാറാണ്. സാമ്പാർ എപ്പോഴും കറക്റ്റ് എപ്പോഴും ശരിയാവുന്നില്ല. ഇപ്പോഴും ശരിയായിട്ടില്ല. എന്റെ ലഗേജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ. അതെ അല്ലേ? പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ഉണ്ടാക്കാൻ ഉള്ള സാധനം സാമ്പാറാണ്. ഞാൻ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആണല്ലേ? നല്ല കുറുകിയ സാമ്പാർ, ആ ടേസ്റ്റോട് കൂടി എന്തെങ്കിലുമൊക്കെ ഒരു മിസ്മാച്ച് ഉണ്ടാവും. അതെ. സൂരജ് ബ്രോ, അങ്ങനെ വളരെ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പം അതൊന്നും പാളിപ്പോറില്ല. ചിലപ്പോൾ ചില അശ്രദ്ധ കൊണ്ട് മാറി നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അടി പിടിച്ച് കരിഞ്ഞു മാറുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള പരിപാടി, അടി പിടിച്ച് കാര്യം അങ്ങനത്തെ അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. അത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് പറ്റുന്നതല്ലേ? അത് നമുക്ക് അതുകൊണ്ട് മാത്രം. മണിക്കൂട്ടാ, ഞാൻ ഈ പറയുന്ന പോലെ എനിക്കറിയാത്തൊരു സാധനത്തിൽ കൈ വെച്ചിട്ടില്ല ഇതുവരെ. ചിക്കൻ കറിയും മോര് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സാധനം ഞാൻ പേടിച്ചിട്ടാണെന്നറിയില്ല, അതിലോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇല്ല, ഈ 2 സാധനം വിട്ട് തോരനോ സേഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒന്നും അങ്ങോട്ട് പാളിയിട്ടില്ല. ഈ മീനിൽ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. എനിക്ക് മേ ബി മീൻ തൊട്ടാ പാളൊന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. പേടിച്ചിട്ടാവാം, പേടിച്ചിട്ടാവാം. പാളത്തില്ല, ചിലപ്പോൾ പാളത്തില്ല. ഇതുവരെ ഞാൻ മീനിൽ തൊട്ടിട്ടില്ല. ഇനി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് രണ്ടുപേരുടെ. യെസ്, ഞാൻ അധികം അങ്ങനെ കുക്ക് ചെയ്യാറില്ല. മാക്സിമം എല്ലാവരും ഉണ്ടാക്കിയത് കഴിക്കാൻ. അതല്ല, കുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് കുക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഒന്നാമത് വെജാണ്. കുറെ കാലങ്ങളായിട്ട് വെജായിരുന്നു. ഇപ്പൊ അടുത്താണ് ഞാൻ നോൺ കഴിച്ചു തുടങ്ങി. പക്ഷെ നോൺ കഴിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ നോണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. വെജായ ഒരു മനുഷ്യൻ ഇങ്ങനെയായി മാറിക്കഴിഞ്ഞു. അതെ അതെ, അതിലൊരു കാരണം വൈഫിനും കൂടി ഉണ്ട്. ഒരു ഹൈഫൈ തരികയാണ് അതിന് വേണ്ടി. സുഹേൽ ബ്രോ, അത് ഞാൻ അങ്ങനെ കുക്ക് അറിയില്ല. മറ്റേ ഫൗൾ പ്രൂഫ് സാധനം ഉണ്ടല്ലോ, നൂഡില് മുട്ട പൊരിച്ചത്, ബ്രെഡ്, മറ്റേ തെറ്റൂല. തെറ്റിയ വെള്ളം വെച്ച് കൂടുതൽ ഒഴിച്ചേക്കുക, മുട്ട കൂടെ പൊട്ടിച്ചിട്ടേക്കുക, അങ്ങനത്തെ ബാലൻസ് ചെയ്തോളൂ. അപ്പൊ എല്ലാം അങ്ങനത്തെ ക്യുക്ക് ഫിക്സ് പരിപാടികളിൽ അത് നമുക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ആണല്ലോ അല്ലേ? വീണ്ടും നമുക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഉപ്പ് കൂടിപ്പോ അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കാനില്ല. നൂഡിൽ 2 പ്രാവശ്യം തെറ്റിയാ പിന്നെ കിച്ചണിൽ കയറരുത് എന്നാണ് ശാസ്ത്രം. അത്ര ഈസി ഇതാണ്. ഓക്കെ, പക്ഷെ അത് അത്രേ ഉള്ളൂ. ശരി, ഒരു ബെസ്റ്റ് സ്റ്റേജ് എവോ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും? ഇപ്പോൾ നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ്. നിങ്ങൾക്ക് കിട്ടിയ സ്റ്റേജ് അല്ലെ വെൽക്കമിങ് ആയിരിക്കാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൂവിയുടെ പ്രൊമോഷന് ചെന്നപ്പോൾ ആവാം, ഒരു പക്ഷേ ആയിരിക്കുമല്ലോ. ഏതെങ്കിലും ഹിറ്റായ മൂവിയുടെ ആയിരിക്കാം. അല്ലെ അങ്ങനെ ഒരു ബെസ്റ്റ് സ്റ്റേജ് നോക്കുവാണെങ്കിൽ മണിക്കൂട്ട ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ എനിക്ക് പറയാനായിരിക്കും ഇഷ്ടം. ശരി, കാരണം ഞാൻ പറഞ്ഞു, മൃദുലിന്റെ ഫസ്റ്റ് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെ, അതിൽ ആ കൂടെ ഒറ്റ ഡയലോഗ് എനിക്കുള്ളൂ, വിളക്കണയ്ക്കട്ടെ. കാരണം അത് ഈ കളരിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ എന്റെ ജോലി വൈകുന്നേരം ആകുമ്പോൾ വിളക്കണക്കട്ടെ അബ്രാ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതിലിപ്പോ ഫസ്റ്റ് നമ്മൾ സോങ് എടുത്ത ഫസ്റ്റ് ഷോട്ട് എന്റെ ക്ലോസ് ആണ്. അപ്പം ഫസ്റ്റ് ഷോട്ട് വന്ന് മൃദുൽ പറഞ്ഞു,
ഞാൻ ദൈവമേ എന്തെങ്കിലും തെറ്റിച്ച ഫസ്റ്റ് ചോദിക്കും 14 വർഷമായല്ലോടോ താൻ. ഇതാണ് എന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. കാരണം ആദ്യമായിട്ടാണ് മൃദുലായിട്ട് ഞാൻ ഒരു പ്രൊജക്റ്റിൽ ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ്. ഫസ്റ്റ് ഞാൻ ആ ഷോട്ട് അഭിനയിച്ചു. മൃദുല അടുത്ത് വന്നു. ഞാൻ ദൈവമേ എന്തെങ്കിലും അപ്പൊ മൃദുല ചേട്ടാ ഇത് കൊള്ളാം, എനിക്ക് വേറൊരു സാധനം കൂടെ തരുമോ, ഇങ്ങനൊരു സാധനം കൂടെ തരും. അപ്പൊ രണ്ടാമത്തൊരു സംഭവം കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ ചേട്ടാ ഇതും എനിക്ക് ഓക്കെ. അപ്പം ഒരു ഡയറക്ടർ പറയുന്ന സംഭവങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. 3 സംഭവങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 3 മൃദുൽ പറഞ്ഞ രീതി കൊടുക്കാൻ സാധിച്ചു. ഡയറക്ടർ പറയുന്ന സംഭവം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ ആക്ടിംഗ് സ്റ്റുഡന്റ് വളർന്നു എന്നൊരു സ്റ്റേജ് എനിക്ക് അവിടെ തോന്നി. സെൽഫ് അപ്രീസിയേഷൻ, സാറ്റിസ്ഫാക്ഷൻ. അതെ, ഇതിൽ ഏറ്റവും വലിയ രസം എന്നിട്ട് ആ ഷോട്ട് അതിൽ ഉപയോഗിച്ചിട്ടില്ലേ എല്ലാം പെർഫെക്റ്റ് ആണ്, പക്ഷെ ഷോട്ട് വെക്കില്ല. അല്ല അത് ഞാൻ ചുമ്മാ, പക്ഷെ മോശമായെങ്കിൽ പോലും അപ്പം തന്നെ പറഞ്ഞേനെ. പക്ഷെ അത് പറഞ്ഞപ്പോ എനിക്ക് ഒരു സന്തോഷം, സെൽഫ് കോൺഫിഡൻസ്, ഒരു ബൂസ്റ്റ് വന്നു. ശരി ശരി. സൂരജിന്റെ ബെസ്റ്റ് സ്റ്റേജ് ഉണ്ടോ? എത്ര, അത് എങ്ങനെ ചോദിക്കുന്നതാണ് ഞാൻ അറിയുന്നത് അല്ലേ? സ്റ്റേജിൽ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ നമ്മൾ ലൈവായിട്ട് ഒക്കെ കണ്ടിട്ടുണ്ട്, ലൈവ് ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ദാറ്റ്സ് അമേസിംഗ്. ബട്ട് സ്റ്റിൽ ഫോർ യു ചോദിക്കുവാണെങ്കിൽ ബെസ്റ്റ് സ്റ്റേജ്, ബെസ്റ്റ് സ്റ്റേജ് സെറ്റ് ടു കം എന്നോ ഇനി വരാനിരിക്കുന്നുള്ളതോ? ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതുവരെ നോക്കുമ്പോഴത്തേക്കും എല്ലാ സ്റ്റേജിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്. ഇതുവരെ പല പല മ്യൂസിക് പെർഫോമൻസിന്റെ ഭാഗമായിട്ടും കോൺസെർട്ടിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് സ്റ്റേജുകളിൽ കയറാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് സ്റ്റേജ് കയറുമ്പോഴത്തേക്കും ആണ് നമ്മൾ അവിടെ ശരിക്കും ജീവിക്കുന്നത് അവിടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റേജിലാണ് നമ്മൾ ശരിക്കും നമ്മൾ ഒരു കലാകാരൻ നില ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരു ഇൻഹിബിഷനും ഒന്നും ബാധിക്കാറില്ല ബേസിക്കലി പെർഫോം ചെയ്യുമ്പോഴത്തേക്കും. അല്ലാത്ത പക്ഷം എനിക്ക് അങ്ങനെ ഈ ക്രൗഡിനെ ഫേസ് ചെയ്യാനും ക്രൗഡിൻ്റെ കൂട്ടത്തിരിക്കാനൊക്കെ ഇച്ചിരി പാടാണ്, ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട് ഇടണം. പക്ഷേ സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. എനിക്ക് എത്ര ക്രൗഡിനെ കണ്ടാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. സ്റ്റേജ് മാത്രം. പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, പരിപാടി. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ മെജോറിറ്റി ഭാഗം ചെലവഴിക്കുന്നത് പെർഫോമൻസിനായിട്ടും ആയിട്ട് സ്റ്റേജ് തന്നെ. ഓക്കെ, നൈസ്. സൂരജിന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന 100 പാട്ടുകളുണ്ടാവും. റിക്വസ്റ്റ് വരുന്ന തന്നെ 100 പാട്ടുകളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്റ്റിൽ അതിൽ കമ്പാരിറ്റീവ്ലി കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാടാമോ? ഈ ഒരു സോങ് ലോഞ്ച്, ചിക്കൻ സോങ് ലോഞ്ചിന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള സോങ് ഞാൻ പാടിയ പാട്ടാണ്. പാടിയ പാട്ട്. യെസ്, ഓഫ് കോഴ്സ്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമോരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിങ്ങനെ കേട്ട് ഒരു വിഷയം തീരരുത് എന്നുള്ള സാധനം. അമേസിംഗ് മാൻ. താങ്ക് യു. ലവ് യു ഓൾ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് യു ഓൾ. താങ്ക് യു. താങ്ക് യു.